പടകിൽ കയറി കടലിലിരുന്നു. പുരുഷാരമൊക്കെയും അരികിലായിരുന്നു. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. യേശു കടൽക്കരയിലെത്തി. അപ്പോൾ അടുത്ത് നമ്മൾ കഴിഞ്ഞ ആരാധന വീടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അമ്മയും സഹോദരങ്ങളൊക്കെ യേശുവിനെ കാണാൻ വരുന്ന സംഭവമൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്നു, പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ യേശു കടൽക്കരയിലേക്ക് പോകുന്നു. കടൽക്കരയിൽ പോകുന്ന യേശു ഉപദേശിക്കാനാണ്. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നമ്മളിന്ന് എടുക്കുന്നത് ആ ഭാഗമാണ്. അതിനകത്ത് പറയുന്നൊരു ഭാഗം ഉപദേശം എന്ന വാക്ക് അവിടെ യേശു ഉപദേശിപ്പാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചൊരു കാര്യമാണ്, യേശുവിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപദേശമായിരുന്നു, പ്രസംഗമായിരുന്നു. രോഗസൗഖ്യമല്ല, ഉപദേശവും പ്രസംഗവുമായിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ജനത്തെ ഉപദേശിക്കാനായിരുന്നു. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ശരി എന്തെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അതായിരുന്നു. ശരിയായ ബോധ്യം കിട്ടാത്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല, വിശ്വാസത്തിൽ വളരാൻ പോകുന്നില്ല. എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ശരിയായ പഠനം, വേദപുസ്തക പഠനം കിട്ടാത്ത ഒരു വ്യക്തിക്കും വിശ്വാസത്തിൽ നിലനിൽപ്പാൻ വഴിയില്ല. ശരിയായ വേദപുസ്തക അറിവ് കിട്ടാത്ത ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. വേറെ ഒരു വകുപ്പും ഇതിനകത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ മേൽ വന്നാലും പരിശുദ്ധാത്മാവ് അവർക്ക് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധം കൊടുക്കാത്തിടത്തോളം കാലം അവർക്ക് നിൽക്കാൻ പറ്റില്ല. ആ ബോധ്യം കൊടുക്കുന്ന വചനത്തിലൂടെയാണ്, വചനത്തിൻ്റെ അകത്തുള്ള ബന്ധത്തിലൂടെയാണ്. അപ്പോൾ വചനമായിരുന്നു എപ്പോഴും പ്രധാനം, യേശുവിന് ഉപദേശമായിരുന്നു ശ്രദ്ധേയം. അപ്പോൾ യേശു ഉപദേശിച്ചു, നമ്മൾ മനസ്സിലാക്കി. യേശു ഉപദേശിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടിട്ടില്ല. കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഉപദേശം എല്ലാവരും സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ കേട്ടവർ എല്ലാവർക്കും അവർക്കത് പ്രായോഗികമായിട്ടുമില്ല. അതാണ് അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. കേട്ട എല്ലാവർക്കും അത് പ്രയോജനമായിട്ടില്ല, എല്ലാവർക്കും ഗുണമായിട്ടില്ല. പിന്നെ ആർക്കാണ് ഗുണമായി തീരുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാനും വചനം കേൾക്കാറുണ്ട്, നമ്മൾ വചനം വായിക്കാറുണ്ട്, അല്ലേ? വേദപുസ്തകത്തിൽ വായിക്കാറുണ്ട്, നമ്മൾ മനസ്സിലാക്കാറുണ്ട്, ഞാനും വായിക്കാറുണ്ട്. നിങ്ങൾ പ്രസംഗങ്ങൾ ഓൺലൈൻ കേൾക്കാറുണ്ട്, യൂട്യൂബ് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കേട്ടതുകൊണ്ട് ഒരു വ്യക്തിയിൽ എത്ര ആത്മീക വളർച്ച ഉണ്ടാവും? എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആത്മീക വളർച്ച? കേട്ടതുകൊണ്ട് മാത്രമായോ? അതാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പം നമ്മൾ ഈ 4 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ ഞാൻ വായിച്ചത്. തുടർന്നുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. നമുക്കത് ഇപ്പുറത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, ഉപമയുടെ. ആ ഉപമ പഠിക്കുമ്പോൾ നമ്മൾ അടുത്ത് പഠിക്കും. അപ്പോൾ നമ്മൾ 10-ാം വാക്യത്തിലേക്ക് വരിക. ഇതിൻ്റെ ഒരു ബന്ധം കിടക്കുന്നത് 10-ാം വാക്യത്തിലേക്ക് വരിക. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. നമ്മളിതിനെ ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞു, ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ ഉപദേശം. കർത്താവ് ഉപദേശിച്ച് തുടങ്ങിയിരിക്കുന്നു. കടൽക്കരയിൽ ഉപദേശിക്കുമ്പോൾ കർത്താവ് ഉപമകളാണ് പറഞ്ഞു തുടങ്ങുന്നത്. കടൽക്കരയിൽ വെച്ച് ഉപമകൾ. അതിൽ കർത്താവ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്ന ഉപമ വിതയ്ക്കാൻ പോകുന്ന വിതക്കാരൻ്റെ ഉപമയാണ് പറഞ്ഞുകൊടുക്കുന്നത്. നമ്മളൊന്നും എതിർക്കുന്നില്ല. ആ ഉപമയാണ് പറഞ്ഞു തുടങ്ങുന്നത്. കർത്താവ് ആ ഉപമ പറഞ്ഞിട്ട് ആ ഉപമ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിതയ്ക്കാൻ പോയി. ചിലത് പിന്നെ വഴിയരികെ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു, ഇങ്ങനെ 100 മേനി ഫലം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇത്രേ കർത്താവ് ആ ഉപമയെ പറ്റി പറഞ്ഞോളൂ. ആർക്കും ഒന്നും മനസ്സിലായില്ല. അതാണ് സത്യം. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി. എന്നാൽ കുറേ പേര്, ശിഷ്യന്മാരല്ല, വേറെ കുറേ പേര് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ ശിഷ്യന്മാരല്ല, ചേർത്ത് പറയുന്നു, 12 അപ്പോൾ ശിഷ്യന്മാരുമായി 12 പേരുമായി കൂടെയുള്ള വേറെ കുറേ ആൾക്കാരാണ്. കുറേ ആൾക്കാർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിൽ പല നമ്പർ ഓഫ് പീപ്പിൾസാണ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ പിരിഞ്ഞു പോകുന്നു, പിന്നെയും കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ 12 ശിഷ്യന്മാരുമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാനായിട്ടുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. കാരണം ഗുരുവാണ്. പ്രത്യേക ഒരു പൊസിഷൻ അന്നത്തെ കാലത്ത് ഗുരുക്കന്മാർക്കുണ്ടായിരുന്നു, പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ഒരു ഗുരുസ്ഥാനീയനായിട്ട് തന്നെ 12 ശിഷ്യന്മാർക്ക് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഡയറക്റ്റ് എത്താനായിട്ടുള്ളൊരു ഭയം പലർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ചില ആൾക്കാരുടെ വിശ്വാസത്തെ യേശു അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഓടിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് എന്നെ രക്ഷിക്കൂ, എന്നെ സൗഖ്യമാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്ന് തൊങ്ങലിൽ തൊടുന്നു. അതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് പറ്റില്ല. കാരണം കോൺഫിഡൻസ് വരില്ല. ഗുരുവാണ്, ഇത്രയും ജനസമ്മതനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് വസ്ത്രത്തിൽ തൊടുക, എന്നെ സൗഖ്യമാക്കണം എന്ന് പറയുക. അതുകൊണ്ട് യേശു നിന്റെ വിശ്വാസം രക്ഷിച്ചു എന്നൊക്കെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരില്ല പെട്ടെന്ന്. നമ്മൾ പല വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചാൽ യവനന്മാർ യേശുവിൻ്റെ അടുക്കൽ വരാൻ ശ്രമിക്കും, ഡയറക്റ്റ് വരുന്നില്ല. അത്
അതിന് പകരം ഫിലിപ്പോസിനോടൊക്കെ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, കൊണ്ടത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് വരുന്നില്ല, കാരണം ഗുരു എന്നുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ആൾക്കാർ മാറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെയാണ്, ആൾക്കാർക്കെല്ലാം ഡയറക്റ്റ് പോകുന്നില്ല, മറിച്ച് ഈ ശിഷ്യന്മാരോട് ചേർന്ന് പോകുന്നു, അവരോട് കൂട്ടുപിടിച്ച് പോകാൻ. ശിഷ്യന്മാർക്ക് യേശുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. രാത്രിയും പകലും ഒരുമിച്ച് ഇരിക്കുക, ഒരുമിച്ച് ഉറങ്ങുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക, അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ശിഷ്യന്മാരുടെ ഒരു സഹായത്തോടുകൂടി കുറേ ആൾക്കാർ യേശുവിനെ സ്ഥിരമായിട്ട് അടുത്ത് യാത്ര ചെയ്യുന്ന ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ ശിഷ്യന്മാരുടെ കൂട്ടുപിടിച്ച് യേശു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ എല്ലാം അവസാനിപ്പിച്ചു, തിരക്കെല്ലാം ഒഴിഞ്ഞ് അല്പം വിശ്രമിക്കാനായിട്ട് യേശു വരുന്നൊരു സമയം, അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഇവർ ശിഷ്യന്മാരുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അടുക്കൽ ചെന്നിട്ട് പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. ആ ഉപമകളെ, അപ്പോൾ യേശു പറഞ്ഞില്ലേ ഒരു ഉപമ, ഇങ്ങനെ പറഞ്ഞങ്ങ് പോയി, വിത്തുകളുടെ ഉപമ പറഞ്ഞങ്ങ് പോയി. ഉപമയെക്കുറിച്ച് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ പോയി ചോദിക്കുന്നു. ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം. മുമ്പോട്ട് ചോദിച്ചു, അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. പുറത്തുള്ളവർ രക്ഷപ്പെടുന്നില്ല എന്ന അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഉപമകളായിട്ട് പറഞ്ഞു, മൊത്തത്തിൽ ഉപമയായിട്ട് പറഞ്ഞു. പക്ഷെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒറ്റ കേസ് ഇരിക്കുന്ന സമയത്ത് ചോദിക്കാൻ പോയി. അപ്പോൾ അവർ ചോദിച്ചവരോട് പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെടും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നേരത്തെ കേട്ടവരോ? കർത്താവ് പറഞ്ഞു പുറത്തുള്ളവർക്ക് ഉപമകളിൽ മാത്രം കിട്ടും, അവർക്ക് എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല, ഉപമകളിൽ മാത്രം, കഥാരൂപയുടെ മാത്രം കിട്ടും. എന്നിട്ട് കർത്താവ് പറയുന്ന നമുക്ക് ശ്രദ്ധിച്ചേ, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു, അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. കാരണം എത്ര സീരിയസ് ആയൊരു മാറ്ററാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടവരെല്ലാവരെയും രക്ഷപ്പെടുമെന്ന് കർത്താവ് പറയുന്നില്ല. കണ്ടോ, 100 പേരിൽ നിന്ന് വചനം കേട്ടു എന്ന് പറഞ്ഞ് 100 രക്ഷപ്പെടുമെന്ന് കർത്താവ് പറയുന്നില്ല. അവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഡേഞ്ചറായ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത്. വചനം കേട്ട എല്ലാവരും രക്ഷപ്പെടുമോ? ഇല്ല. കേൾക്കുന്നവർ അനേകർ കേൾക്കും, പക്ഷെ ഗ്രഹിക്കാൻ കഴിയില്ല. അതങ്ങനെ അടയപ്പെട്ടിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞു. അവർ കേട്ടിട്ട് ഗ്രഹിക്കാതെയും മാനസാന്തരപ്പെടാതെയും അങ്ങനെ ആയിത്തീരട്ടെ എന്നാണ്. പുറത്തുള്ളവർ അങ്ങനെ ആയിത്തീരട്ടെ. അതായത് കേൾക്കാനൊക്കെ കാണും, ആരാധനയ്ക്കൊക്കെ കാണും, വലിയ വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കും, പ്രസംഗമെല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അയാളുടെ ജീവിതത്തിനകത്ത് ആ മർമ്മം, ദൈവരാജ്യത്തിൻ്റെ മർമ്മം ആക്റ്റീവ് ആകില്ല. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ കേട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങളിൽ വരണമെന്ന് നിർബന്ധമില്ല. എങ്ങനെയാണ്? നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ. അകത്തുള്ളവരുടെ ക്വാളിറ്റിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കർത്താവ് പുറത്തുള്ളവരെന്നും അകത്തുള്ളവരെന്നും വിവേചിക്കുന്നു ജനത്തെ, കർത്താവിൻ്റെ അടുക്കൽ വന്നവരെ. പുറത്തുള്ളവർ കേട്ടു, പുറത്തിരുന്ന് കേട്ടു, കടപ്പുറത്തിരുന്ന് കേട്ടു, ശ്രദ്ധയോടെ കേട്ടു, ചിലപ്പോൾ സൗഖ്യം കിട്ടിയിട്ടുണ്ടാവാം, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ട് അവരങ്ങ് പോയി, സന്തോഷത്തോടെ പോയി. നാളെയും വരുമായിരിക്കാം, പകലും അത് കേൾക്കുമായിരിക്കാം. പക്ഷേ അകത്ത് കയറിയ ചിലരുണ്ടായി. യേശു ഒറ്റയ്ക്കിരുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കൽ സ്പെഷ്യൽ ട്യൂഷന് പോയ ആൾക്കാരെന്ന് പറയാം. സ്പെഷ്യൽ ട്യൂഷന് വേണ്ടി സ്പെഷ്യൽ ചെന്ന ആൾക്കാർ. ഇവർക്ക് മാത്രമേ ഒരു കോംപ്രമൈസ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല, എനിക്കും കിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ സ്പെഷ്യലായി ദൈവസന്നിധിയിൽ പോയിരിക്കാത്ത ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെടില്ല. അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ദൈവരാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടുന്ന മനുഷ്യനാണ് അങ്ങനെ ഒരു ഭയങ്കരമായ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത റേഞ്ചിലേക്ക് വളരുന്നത്, സന്തോഷത്തിൻ്റെ ആധിക്യത്തിലേക്ക് ഉയരുന്നത്, ആത്മീയ അഭിഷേകത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകുന്നത്. മറ്റവർക്ക് പുറത്തുള്ള ഉപമകളാൽ കെട്ടിക്കൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ശ്രദ്ധിച്ചിട്ടില്ല? നമ്മൾ പ്രസംഗം കേൾക്കണ സമയത്ത്, ചില കേൾക്കണ സമയത്ത് കൊള്ളാൻ തോന്നും, കൊള്ളാം, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് തോന്നും, കേൾക്കുന്ന സമയത്ത് മാത്രം തോന്നും. പിന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ആ സാധനമേ കാണില്ല, ആ വചനമേ കാണത്തില്ല, അതങ്ങ് പോയി കഴിയും. അതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ വ്യക്തമാക്കുന്നത്. എന്താണ് ഈ ഉപമ? നമ്മൾ അടുത്ത് ധ്യാനിക്കുമ്പോൾ ഈ ഉപമ എത്തും. ഈ സാത്താൻ വന്ന് എടുത്തുകൊണ്ടങ്ങ് പോയി. മനസ്സിലായോ? എടുത്തുകൊണ്ടങ്ങ്, കാരണം ട്യൂഷന് പോയില്ല, അയാളുടെ മനസ്സിൽ ഇരിക്കത്തില്ല സാധനം എന്നാ കർത്താവ് പറയുന്നത്. അയാളുടെ മനസ്സിലിരിക്കില്ല. ഞാനിവിടെ പ്രസംഗിക്കുന്നത് എത്ര ഘോരഘോരം പ്രസംഗിച്ചാലും, എത്ര കഥകൾ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര പതുക്കെ നിങ്ങൾ തന്നാലും
നിങ്ങളിൽ ആ സംഭവം ആക്റ്റീവ് ആകണമെന്നില്ല. സ്പെഷ്യലായിട്ട് നിങ്ങൾ ട്യൂഷൻ എടുക്കാത്തിടത്തോളം കാലം അത് എവിടെ പോയി പഠിക്കും? എൻ്റെ അടുത്ത് വന്ന് വീണ്ടും പഠിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല. അതിനർത്ഥം യേശുവിൻ്റെ അടുക്കൽ പോയിരിക്കണമെന്നാണ്. നമ്മൾ ഇരിക്കുന്നതിനെ പറ്റി പല ആവർത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ഇരിക്കണം. കഴിഞ്ഞ ആരാധനയിൽ നമ്മൾ ഇരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, നിങ്ങൾ എത്ര പേര് 1 മണിക്കൂർ ഇരിക്കും? 1 മണിക്കൂറെങ്കിൽ ദൈവസന്നിധി ഇരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളത് മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ കണ്ടോ, എല്ലാം കഴിഞ്ഞു, ആരാധനയെല്ലാം കഴിഞ്ഞു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, പിന്നെ കർത്താവിൻ്റെ രോഗസുഖ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു, ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയി, കർത്താവ് റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ വന്ന സമയത്ത് മനസ്സിനകത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്ന കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ. ചില ആൾക്കാർക്ക് എന്താ കേട്ടതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ലല്ലോ, ഒരു വ്യക്തത കിട്ടിയില്ലല്ലോ. അവർക്ക് എന്താ കുഴപ്പം? അവർക്കൊരു ദാഹം അകത്തിങ്ങനെ കിടക്കുകയാണ്. കുറച്ചുകൂടി ഇതെന്താ ഒന്ന് വ്യക്തമാക്കിയെങ്കിൽ കൊള്ളായത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെയാണെന്ന് എനിക്ക് നന്നറിയാം. കാരണം കേട്ട വചനത്തെ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും അതിനെപ്പറ്റി ധ്യാനിച്ച് അങ്ങനെ എടുക്കുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി എന്നോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഇവിടെ കേൾക്കുന്നത്, ഇപ്പം ഞാൻ പറയുന്ന അവിടെ ഇതുപോലെ വചനം കേട്ട് കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടി പോയിരുന്ന് വായിച്ച് അതിനകത്ത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിനകത്ത് അത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം, ചിലരെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാം. അങ്ങനെ ഉള്ള ഒരു വ്യക്തി, അതാണ് ആ ദാഹമുള്ള വ്യക്തി. ഒരു ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്തു, ഇപ്പം നമ്മൾ നോർമലി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ആരാധന അറ്റൻഡ് ചെയ്താൽ ശരിയായി എന്നുള്ളതാണ്. അതിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തിൻ്റെ പൂർണ്ണതയിലെത്തില്ല. ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങളുടെ അകത്തേക്ക് വരാത്തിടത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ അത് ആക്റ്റീവ് ആവില്ല. നമുക്ക് പറയാനേ പറ്റൂ, നിങ്ങൾ കേട്ടുണ്ടെങ്കിൽ പോവും, പക്ഷെ അത് ശരിയാവില്ല. ദൈവരാജ്യത്തിൻ്റെ മർമ്മം ആക്റ്റീവ് ആവാത്തിടത്തോളം കാലം എന്താണ്? നമ്മൾ ദൈവരാജ്യത്തെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ദൈവരാജ്യത്തിന് അനുഗ്രഹങ്ങൾ വരില്ല. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് സൗഖ്യം, ഹീലിംഗ്, ഇങ്ങനെ അത്ഭുതകരമായ സൗഖ്യം ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളാണ്. അത് മനുഷ്യന് തരാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ദൈവരാജ്യത്തിൻ്റെ അത്ഭുത സൗഖ്യമാവട്ടെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. അതൊരു മാനുഷിക ബുദ്ധിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിക്കും. ഇവിടെ ആരാധന എല്ലാം കഴിഞ്ഞു, ഇനി 2 ആഴ്ച ഈ ആരാധന മാത്രം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ വിചാരിച്ചോ, ഇവിടെ നമ്മുടെ ഈ ആരാധന മാത്രമാണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്, വേറെ പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ആരാധന കേട്ടു, വചനമെല്ലാം കേട്ടു, കൊള്ളാം, നിങ്ങൾക്കൊരു ആവേശമൊക്കെ തോന്നി, സന്തോഷം തോന്നി, നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നു. 2 ആഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന. ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾ കിട്ടാത്തിടത്തോളം കാലം, ഒറിജിനലായിട്ട് ആക്റ്റീവ് ആകാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവില്ല. കാരണം അത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം അയാളിൽ ആക്റ്റീവായിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ മർമ്മം അകത്തോട്ട് കയറിയിട്ടില്ലാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവരാജ്യത്തിൽ നിന്നാണ് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നത്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളുടെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളിലുള്ളത് ദൈവരാജ്യത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ മാത്രമേ വരൂ. കേൾക്കുന്ന വചനം നിങ്ങൾ മനസ്സിലാവും. ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചില അനുഗ്രഹങ്ങൾ കൂടെ ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച അതാണ് സൂചിപ്പിച്ചു. ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇത്രയും പേരില്ലായിരുന്നു, പലരും ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം, പിന്നെ ഇരിക്കുക എന്നുള്ളതിനെ പറ്റി സ്പഷ്ടമാക്കി പറഞ്ഞിരുന്നു. അമ്മയും സഹോദരന്മാരും, ആരാണ് അമ്മയും സഹോദരന്മാരും എന്ന് ചോദിക്കും. യേശു പറയുന്നു, ഇവിടെ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് കേൾക്കുന്നവരാണ്. അവരും ഞാൻ തമ്മിലാണ് കുടുംബ ബന്ധം. അതാണ് നമ്മൾ പറഞ്ഞത്. അവരും നമ്മൾ കുടുംബ ബന്ധം ഞങ്ങൾ തമ്മിലാണ്. അപ്പോൾ എന്നെ അറിയുന്നവരാണ് ഇവർ. മറ്റവർ പുറത്ത് നിൽക്കുകയാണ്, സ്വന്തം അമ്മയും സഹോദരനും പുറത്ത് നിൽക്കുകയാണ്. അവരെ നോക്കിയിട്ടല്ല യേശു പറഞ്ഞത്, അകത്തിരിക്കുന്നത് നോക്കി അവരും ഞാനും തമ്മിൽ പേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞു. എന്നെ അറിയാവുന്നവർ അടുത്തിരിക്കും, നമ്മൾ തമ്മിലാണ് ബന്ധം. അപ്പോൾ അവരെന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് അവർക്ക് ഉത്തരം കൊടുക്കും. മനസ്സിലാകുന്നോ? അവരെന്നോട്, നമ്മൾ അടുത്ത ബന്ധമാണ്. നമ്മളൊരു മുറിക്കകത്തിരിക്കുകയാണ്, നമ്മൾ ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നിന്ന് അമ്മ പറഞ്ഞ ആ അമ്മ അല്ല, അമ്മ ഇതെവിടെ പോകുന്ന ആൾ. ഇതിനകത്ത് എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ തമ്മിലാണ് ബന്ധം, അടുത്ത റിലേഷൻ. ദൈവരാജ്യത്തിനകത്ത് ഇവരിയ്ക്കുന്നു. അപ്പോൾ അവരെന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കേൾക്കും. മനസ്സിലാക്കുക? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും കർത്താവ്. അവരുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് മറുപടി ഉണ്ടാവും. ദൈവരാജ്യത്തിനകത്തിരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വചനം കേട്ടിട്ട് നമ്മളങ്ങ് പോകുന്നു. ഇത് ആ വചനത്തിനകത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ വചനത്തിനകത്ത്, അന്നത് പ്രസംഗിച്ച ആ വചനത്തിനകത്ത് അതിനൊരു വിലയുണ്ട്. ആ വചനത്തിനൊരു വിലയുണ്ട്. നിങ്ങൾ എത്ര വില കൽപ്പിച്ചു എന്ന് എനിക്കറിയത്തില്ല. ദൈവം വലിയ വിലയാണ് വചനത്തിന് കൽപ്പിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന എനിക്കിടുന്ന വില അല്ലത്. എനിക്കിടുന്ന വില അല്ല, ഞാൻ കൊടുത്ത വിലയും അല്ല. അങ്ങനെ നമുക്ക് ഒരു വിലയും കൊടുത്ത് നമുക്ക് ഒരു അഭിമാനം എടുക്കാൻ ഇല്ല. ദൈവത്തിന് ആ പ്രത്യേക മർമ്മത്തിന് ഒരു വില കൊടുത്തിട്ടുണ്ട് ദൈവം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ മർമ്മത്തിന്, ആ മർമ്മം
ഇരിക്കുക എന്ന് പറയുന്ന, എന്നോടൊപ്പം ഇരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിനങ്ങൾ എൻ്റെ അമ്മയും സഹോദരി ഇവരാണെന്ന് പറയുന്നത് യേശു പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിനെ എനിക്ക് കിട്ടിയ ആത്മീക ഒരു 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 സംഭവങ്ങളെ ചേർത്ത് ഞാനങ്ങ് പറഞ്ഞു. അത് സിമ്പിളാക്കി പറഞ്ഞു തരാൻ ശ്രമിക്കുകയായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ല, സിമ്പിളാക്കി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സിമ്പിളാക്കി പറയണം. അപ്പോൾ അതിനൊരു വലിയ വില ദൈവം ഇട്ടിട്ടുണ്ട് ആ സാധനത്തിന്, ആ മർമ്മത്തിന്, ദൈവരാജ്യത്തിൻ്റെ വലിയ വില. അതുകൊണ്ട് യേശു അതിനെ മുത്തുകൾ പോലെ തിരഞ്ഞവർ, പൊന്നുപോലെ അന്വേഷിച്ച് കണ്ടെത്തിയവർ, മനസ്സിലാകുന്നോ? അതിനെ അത്രയും സീരിയസ് ആയിട്ട് ആ വിലയുള്ള സാധനം എടുത്തുകൊണ്ട് പോയവർ. എന്ത് സാധനത്തിന് നമ്മൾ വില കൊടുക്കുന്നതെന്ന് ഓർത്ത് നോക്കണം. നിങ്ങൾ എന്തിനാണ് വില കൊടുത്തത്? ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്തിനാണ്? വേദപുസ്തകത്തിൻ്റെ വചനത്തിനാണെന്ന് വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്നു. അത് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ എന്നാണ്. നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, അന്വേഷിക്കുന്നുവെങ്കിൽ അതിന് അത്രമാത്രം വില. നിങ്ങൾ ഈ സ്വർണം കൊണ്ടോ രക്തം കൊണ്ടോ ഒന്നും വിലമതിക്കാൻ പറ്റാത്ത അത്ഭുതകരമായ ഒരു വില ആ ഒരു മർമ്മത്തിനുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ മർമ്മത്തെ അത്രയും വിലയോടെ എടുത്തുകൊണ്ട് പോകും, അത്രയും വിലയോടെ കൊണ്ടുപോകും. സ്തോത്രം 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 എന്ന് പറഞ്ഞ് നന്ദി കർത്താവേ നന്ദി കർത്താവേ വചനം തന്ന നന്ദി കർത്താവ്. ഇത് എടുത്തുകൊണ്ട് പോവാണ്. എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ കളയട്ടെ. മനസ്സിലായോ? അങ്ങനെയാണ്. അവിടെ കളയണം, അത് കഴിഞ്ഞു. ആ പോർഷൻ പ്രസംഗിച്ച് കഴിഞ്ഞു. അങ്ങനെയല്ല, പ്രസംഗിച്ച് കഴിഞ്ഞ സാധനമല്ല ഇത്. ഇത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം, വിലപിടിപ്പുള്ള ഒരു നിക്ഷേപം, നിക്ഷേപങ്ങളെപ്പോലെ തിരഞ്ഞെടുത്തൊരു സാധനം. അപ്പോൾ എനിക്കിതിനകത്ത് അല്പമെങ്കിലും മർമ്മം കിട്ടണമെങ്കിൽ ഞാൻ കൊടുക്കുന്നൊരു വിലയുണ്ട് അതിനകത്ത്. ചെറിയ വിലയാണ്. ഞാൻ കൊടുക്കുന്നൊരു സമയമുണ്ട് അതിനകത്ത്. ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുന്ന കുറേ സമയമുണ്ട്. അപ്പോൾ കർത്താവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ, എനിക്ക് നൽകുന്ന ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു വിലയുണ്ട്, ടൈം. കർത്താവ് അത് വലിയ വിലയായിട്ട് കാണുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ നന്മകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനങ്ങളും എനിക്കത് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ആ വില അവിടെ കൊടുത്ത് ഇരുന്ന് നമുക്ക് കർത്താവ് പറഞ്ഞെന്ന് അതെൻ്റെ ലൈഫിനകത്താക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പം ഞാനത് എടുക്കുമ്പോൾ, ആ മർമ്മം ഞാൻ എടുക്കുമ്പോൾ, ഈ പ്രസംഗിക്കുന്ന ഞാൻ എടുക്കുമ്പോൾ, സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ, അത് കർത്താവിൻ്റെ വിലപിടിപ്പുള്ള ആ മുത്ത് ഞാൻ എടുക്കുമ്പോൾ, അത്രയും സമ്പത്ത്, ഞാൻ സമ്പത്ത് എന്ന് പറയാൻ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, അത്രയും സമ്പത്ത് എന്നിലേക്ക് വരുന്നു. നിങ്ങൾ ഈ വിലപിടിപ്പുള്ളൊരു സാധനം എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ ലൈഫിനകത്താക്കുമ്പോൾ അത്രയും വിലയേറിയൊരു സമ്പത്ത് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വന്നു ചേരുന്നു. നമ്മളിതിന് വിലയില്ലാതെ കാണുന്നു. നമ്മൾ വിലയില്ലാതെ പലപ്പോഴും കാണുന്നു, നിസ്സാരമായിട്ട് കാണുന്നു, ചെറുതായിട്ട് കാണുന്നു. ഒരു പ്രസംഗം കേട്ടു, ഒരു ആശയം കിട്ടി, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ചിലർ അങ്ങനെ കളയുന്നു, ഇങ്ങനെ കളയുന്നു, മറന്നു പോകുന്നു. ഇല്ലേ? എത്രയോ മർമ്മങ്ങൾ മറന്നു കഴിഞ്ഞു, എത്രയോ പ്രസംഗങ്ങൾ കേട്ടു മറന്നു കഴിഞ്ഞു. 3 ആഴ്ച മുമ്പ് പ്രസംഗിച്ചത് മറന്നു കഴിഞ്ഞു, കേട്ടത് പലത് വിട്ടുകളഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും പ്രാവർത്തികമാക്കാതെ കളഞ്ഞു. വിലപിടിപ്പുള്ളൊരു സാധനത്തെ പുറംകാല് കൊണ്ട് തട്ടിത്തെളിപ്പിച്ച ഒരാളിന് എന്ത് വിലയാണ് ദൈവം കൊടുക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഏറ്റവും വിലപിടിപ്പുള്ളൊരു സ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം, നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നു. കർത്താവ് പറഞ്ഞു വ്യക്തമായിട്ട്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനെ എടുത്ത് പറയുന്നു, ഇരിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഇരിക്കുക, ഇരിക്കുക. അത് മാത്രം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇരിക്കുക ഇരിക്കുക ഇരിക്കുക. അപ്പോൾ അതിനൊരു വിലയില്ലേ? ആ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ഇരിക്കണം. ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കണം, ഇരിക്കണം 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 ഇരിക്കണം. ഇതിങ്ങനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വചനം വിലപിടിപ്പുള്ളൊരു സാധനമാണ്. സീരിയസ് ആയി കർത്താവ് പറഞ്ഞൊരു കാര്യം. കർത്താവിൻ്റെ വാക്കുകളെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇരിക്കണം. ഞാൻ എന്നിട്ട് പറഞ്ഞു, പറ്റാത്തവർ ദൈവത്തോട് ചോദിച്ചോളണമേ, ആഗ്രഹിക്കണമേ. അപ്പോൾ നിങ്ങൾ അതിന് വിലയുള്ളതായി കണ്ടു. ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾ എത്രമാത്രം വിലയുള്ളതായിട്ട് അതിനെ കാണുമോ അത്രയും വില നിങ്ങൾ കാണും. ഒരാൾക്ക് 100 പവൻ സ്വർണത്തിൻ്റെ വിലയുള്ളൊരു സാധനം നിങ്ങളുടെ കയ്യിൽ തന്നാൽ അത് നിങ്ങളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ 100 പവൻ സ്വർണത്തിൻ്റെ വിലയുള്ളതായി നിങ്ങൾ മാറുകയാണ്. നിങ്ങളിലാണ് ഈ സ്വർണം കിടക്കുന്നത്. അപ്പം നിങ്ങൾ വിലയുള്ള ആളാണ്. ആർക്ക്? ദൈവരാജ്യത്തിൽ. ദൈവരാജ്യത്തിൽ വിലയുള്ള ഒരാൾ ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞാൽ ആ സ്പോട്ടിൽ മറുപടി വരും. വിലയുള്ളവൻ. ദൈവരാജ്യത്തിൽ ഒരു വിലയും നിലയില്ലാത്ത ഒരാൾ, അയാൾ എത്ര പറഞ്ഞാലും ഗുണം ചെയ്യില്ല. അതിന് നിങ്ങൾ പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ദാരിദ്ര്യത്തിൽ കിടന്നാലും സമ്പന്നതയിൽ കിടന്നാലും ഒരു കാര്യമില്ല. അനേകം ആൾക്കാർ വെറുതെ ആത്മീയത തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും. ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല.
ചുമ്മാ കരഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവ് മറുപടി തരും. അങ്ങനെയുമില്ല, അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടന്ന് കരയുന്ന ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടേനെ. കരയുന്നവരെന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സത്യം തുറന്നു പറഞ്ഞാൽ കരയുന്ന അനേകർ വെറുതെ പുലമ്പിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. അതിന് റീസൺ മർമ്മം അകത്തില്ലാത്തതുകൊണ്ടാണ്. ചുമ്മാ കരയാൻ ആരോ പഠിപ്പിച്ചു, സങ്കടങ്ങൾ കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പുലമ്പിക്കൊണ്ടിരിക്കുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് പറയും, ദൈവരാജ്യത്തിൻ്റെ മർമ്മം അകത്തുള്ളവർക്ക് മാത്രമേ കിട്ടുന്നു, പുറത്തുള്ളവർക്ക് ഉപമകളെ കിട്ടി അവർക്കൊന്നും ക്ലാരിറ്റി ഇല്ല. മനസ്സിലാകുന്നോ? ക്ലാരിറ്റി ഇല്ലെന്നേ, പ്രാർത്ഥനയ്ക്കൊന്നും ക്ലാരിറ്റി ഇല്ല. എന്തൊക്കെയോ വിളിച്ചങ്ങ് പറയാം. ക്ലാരിറ്റി വരുത്താൻ ഒരാൾ കിട്ടിയ സാധനത്തെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ മാറ്റുകൂട്ടി തൻ്റെ ജീവിതത്തിനകത്ത് എടുക്കണം. അതാണ് അവർ യേശു ഒറ്റയ്ക്കിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വീണ്ടും ചെന്ന് നേരത്തെ പറഞ്ഞ ഉപമയെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണേന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങനെയാണ് ഒരു വചനത്തെ എടുക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇവിടെ ചോദിക്കുന്നത്. ഒരു വചനം കേട്ടാൽ നിങ്ങൾ അതിനെങ്ങനെ എടുക്കും? നമ്മൾ ദൈവത്തോട് പാപങ്ങൾ ഏറ്റു പറയില്ലേ? പാപം ഏറ്റു, കർത്താവേ ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ പെരുമാറി, ഇങ്ങനെ നോക്കി, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയും. അതിൻ്റെ 100 ഇരട്ടി പാപം വഹിക്കും ഒരു വചനത്തെ തള്ളിക്കളയുമ്പോൾ. മനസ്സിലാക്കണം. ഒരു വചനം സീരിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ട് അതിനെ പുച്ഛിച്ച്, അങ്ങനെ വാക്ക് പറയാൻ കാരണം നിങ്ങൾ പുച്ഛിച്ചതുകൊണ്ട് പറയുന്നതല്ല, നമുക്ക് വിലയില്ലാത്തതുപോലെ ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ഇന്നലത്തെ പോലെ ഇന്നും തുടരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ എങ്ങനെ ദൈവം അനുഗ്രഹിക്കുക ഒരാളെ? എനിക്ക് ചില വ്യക്തികളെയൊക്കെ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം എന്ത് പറയുന്നു അത് ലൈഫിൽ ആക്കണമെന്ന് വാശി പിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആക്കണം, അതിനു വേണ്ടി ബന്ധപ്പെടും. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നവരുണ്ട്, ആ പറഞ്ഞതിൻ്റെ സംഭവം അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിക്കുന്നവരുണ്ട്. അവർ വീണ്ടും പഠിച്ചിട്ട് ചില സംശയങ്ങൾ വന്ന് ഇപ്പം എന്നോട് ചോദിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ആഗ്രഹമാണ്, മനുഷ്യൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ലൈഫിൽ അത് വരണം, എൻ്റെ ലൈഫിനകത്ത് അത് വരണം. അത് അത്രയും വിലപിടിപ്പുള്ള സംഗതിയാണ്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കതില്ലല്ലോ. പ്രിയമുള്ള, നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ മർമ്മങ്ങളെ നിങ്ങൾ തന്നിട്ട്, എന്നെ കേൾക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് ഇതിനെ എടുത്തു, ഇതിന് ഒരു കണക്ക് കൊടുക്കേണ്ടി വരും. എന്തിനാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മനസ്സിലായോന്നോ? നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹിക്കാനാണ്. സത്യമായിട്ട് ഞാൻ പറയും, എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങളുടെ ലൈഫ് 100% എനിക്ക് ഉറപ്പുണ്ട്. ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് ഉറപ്പാണ്, അനുഗ്രഹിക്കുന്നുള്ളതിന് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാപമാണ് അതിനെ സീരിയസ് ആയിട്ട് ഒരു 100 പവൻ സ്വർണം കുറഞ്ഞത് അങ്ങനെ പറയാം കേട്ടോ, അതൊന്നും അല്ല, എനിക്ക് വലിയ വിലയുള്ളതാണ്. ഒരു സ്വർണം കയ്യിൽ തന്നിട്ട് അതിനെ കാണാത്തതുപോലെ കളഞ്ഞിട്ട് പോയി. ഇതിൻ്റെ ശിക്ഷ എന്താണ്? നമ്മളിന്നെ പറ, ഇതിൻ്റെ ശിക്ഷ കർത്താവ് എങ്ങനെ തരണം? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ നിൽക്കും. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് നോക്കും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും. വീണ്ടും ആവർത്തിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ പറയാം. നിങ്ങൾ കേൾക്കുന്ന മർമ്മം നിങ്ങൾ ഇന്ന് രാത്രി പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി പറയാൻ കേട്ടോ, ചെയ്യാൻ വേണ്ടി ഇതുവരെ ചെയ്യാത്തവർ ചെയ്യണം. ഇന്ന് കേട്ട വചനത്തെ അത്രയും സ്ലോയിലാണ് സംസാരിക്കുന്നത്. ഒരു മർമ്മം മാത്രമാണ് ഞാൻ പറയുന്നത്, കാരണം അത് ഇരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു വലിയ വിശദീകരണ പ്രസംഗം നടത്താൻ പറ്റാത്തതുകൊണ്ടല്ല, ഒരു ചെറിയ സാധനമാണ് പറഞ്ഞങ്ങ് വിടുന്നത്. കാരണം അത് പോയി ഒന്ന് ഓർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, എങ്കിലും ലൈഫാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ഈ വചനമാണ്. കേട്ടിട്ടില്ലേ പോകുന്നത്? ഈ വചനം നിങ്ങൾ ഓർക്കണം. കർത്താവ് ഇന്ന് എനിക്ക് ഈ വചനം തന്നതിന് നന്ദി. നിങ്ങളിത് വീണ്ടും വായിക്കണം കേട്ടോ. എന്താണ് ഇവർ ചെയ്തത് കണ്ടോ? യേശു ഒറ്റയ്ക്കിരുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കൽ പോയി ഇത് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളും പോകണം. എവിടെ പോകണം? യേശുവിൻ്റെ അടുക്കൽ പോകണം. യേശുവിൻ്റെ അടുക്കൽ എത്തണം. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം. എന്ത്? നിങ്ങളുടെ മുറിക്കകത്തേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്. വിശ്വസിക്കൂ, ഉണ്ട് കേട്ടോ, ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നിരിക്കില്ല. നിങ്ങളുടെ അടുക്കൽ ദൈവ സാന്നിധ്യം ഉണ്ട്. നിങ്ങൾ പോകുന്നു, നിങ്ങൾ ആ കർത്താവിൻ്റെ അടുക്കൽ പോയി ഇരിക്കുന്നു. ഇരുന്നിട്ട് കർത്താവേ, നീ ഇന്ന് എനിക്ക് തന്ന വചനം ഇതാണ്, നന്ദി പറയുന്നു. ഇത് വിലയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ ദയവായി ഇങ്ങനെ പ്രാർത്ഥിക്കണേ. ഇത് വിലയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും ഇതിൻ്റെ വില മനസ്സിലാക്കാതെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ വില പലപ്പോഴും നമ്മൾ തള്ളിക്കളയുന്നതാണ് കേട്ടോ, നമ്മൾ എടുക്കാറില്ല പലപ്പോഴും സീരിയസ്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ ദൈവം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നതാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പറയുന്ന ഓരോ മർമ്മങ്ങളും വ്യക്തമായി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് അങ്ങനെയാണ്, ഉറപ്പാണ് എനിക്ക്.
ആ ബോധ്യത്തിലൂടെ തന്നെ കർത്താവിനെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ ചേഞ്ചസ് ഉണ്ട്, എനിക്കറിയാം. സ്പിരിച്വലി മറ്റതെല്ലാം ദൈവം തരും, ഉറപ്പാണ്. സ്പിരിച്വലി ഭയങ്കരമായ ചേഞ്ചസ് വ്യക്തികളുടെ ജീവിതത്തിനകത്തുണ്ട്. പലരും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ ജീവിതത്തിനകത്തുള്ള ചേഞ്ചസ്, ആത്മീകമായ വളർച്ചകൾ. ഭൗതികമായ വളർച്ചകളാണ് പെട്ടെന്ന് സാക്ഷ്യം കേൾക്കുന്നില്ല, ഭൗതിക വളർച്ചകളാണ്. ആത്മീയ വളർച്ച പലരും ഷെയർ ചെയ്യുന്നില്ല, ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. കാരണം പലർക്കും ആത്മീയ വളർച്ച ഷെയർ ചെയ്യാൻ പേടിയാണ്. കാരണം എന്തറിയാമോ, സ്പിരിച്വൽ വളർച്ച ഇന്നുള്ള നാളെ കാണോ എന്നൊരു പേടിയാണ് എല്ലാവർക്കും. ഇന്ന് എനിക്ക് ഇത്രയും പ്രാർത്ഥിക്കാൻ പറ്റി എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നാളെ അവിടെ അടക്കണം. അങ്ങനെ ആയിപ്പോകുന്ന ഉൾഭയം ഉള്ളതുകൊണ്ട് പലരും പറയില്ല. ഞാൻ നിർബന്ധിക്കുന്നുമില്ല, ആ ഉൾഭയം കിടക്കുന്നവരങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ സത്യത്തിൽ സ്പിരിച്വലി അനേകം ആൾക്കാർക്ക് വെളിച്ചമുണ്ട് ഇതിനകത്ത്, അനേകം ആൾക്കാർ വെളിച്ചമുണ്ട്. പലരും എന്നോട് പറയാറുണ്ട്, ചില ദർശനങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, അതിനകത്ത് എൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് ലൈഫ് ചേഞ്ചസ് ഉണ്ടായി, മാറ്റം ഉണ്ടായി, ആത്മീക വളർച്ച, ആത്മീക സന്തോഷം. ഒത്തിരി പേര് പലരും ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. സ്പിരിച്വലി വളരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഈ സാധനത്തെ വിലയുള്ളതായിട്ട് എടുത്തിട്ടാണ്. കൊണ്ടുപോകും, നിങ്ങളത് ചെയ്യുക. ദൈവത്തോട് ചെന്നിട്ട് പറയണം, കർത്താവേ ഞാൻ ഇതുവരെ വിലയുള്ളതായിട്ട് എടുത്തിട്ടില്ല, എന്നോട് ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം നിർബന്ധമായിട്ട്. എന്നിട്ട് ഈ വചനത്തെ വീണ്ടും വായിക്കണം, പല ആവർത്തി വായിക്കും. നിങ്ങൾ വേറെ ഒന്നും വായിക്കണ്ട ഇന്ന് രാത്രി, മനസ്സിലായി? ഇന്ന് രാത്രി വേറെ ഒന്നും വായിക്കണ്ട, ഇത് തന്നെ വായിക്കുക, പല ആവർത്തി വായിക്കുക. വായിച്ചിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കണേ. ഞാൻ പറയുന്ന മർമ്മങ്ങൾ നിങ്ങളുടെ മനസ്സിലകത്തേക്ക് ഓടി വരും. ഇന്ന് വായിച്ചാൽ കിട്ടും, നാളെ പോവും. അതാണ് അടുത്ത കർത്താവ് പറഞ്ഞത്, സാത്താൻ എടുത്തുകൊണ്ട് പോകും, പക്ഷി പറവ വന്ന് കൊത്തിക്കൊണ്ട് പോകും. അത് പോകും മുമ്പ് നിങ്ങൾ അകത്താക്കണം, നല്ല നിലത്ത് വിത്താക്കി മാറ്റണം. അത് എടുത്തുകൊണ്ട് പോകുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തി അല്പസമയം കഴിയുമ്പോൾ അവൻ കൊണ്ടങ്ങ് പോകും, മറന്നു കഴിയും. അതാണ് സംഭവിച്ചത്. സത്യമായിട്ട് ഇത് സ്പിരിച്വൽ വേൾഡിൽ സാത്താൻ എടുക്കുന്നതാണ് നമ്മളിത്. നിങ്ങളിത് മനസ്സിലാക്കണം. സ്പിരിച്വൽ വേൾഡ് പിശാച് നിങ്ങളിത് എടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ നിസ്സാരമായിട്ട് സ്വർണ്ണത്തെ വിട്ടുകൊടുക്കുന്നു, മനസ്സിലായി? നിങ്ങൾ വിട്ടുകൊടുക്കും, എടുത്തുകൊണ്ട് പോകും, കള്ള മോട്ടിച്ചിട്ടങ്ങ് പോവാണ്. എന്തുമാത്രം സങ്കടമാണ് കർത്താവിന്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു പ്രഷ്യസ് ഗിഫ്റ്റിനെ ഈസി ആയിട്ട് സാത്താൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പോൾ എടുത്തുകൊണ്ട് അനുവദിക്കരുത്. പോയിരുന്നിട്ട് ഇരിക്കണം, ഇത് വായിക്കണം. കുറേ വാക്യങ്ങളൊന്നുമില്ലല്ലോ, 3-4 വാക്യമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അത് ആവർത്തിച്ച് വായിക്കണം. വായിച്ചിട്ട് ഒന്ന് ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട്, കർത്താവേ നീ എന്നോട് ഇന്ന് സംസാരിച്ചത് ഇങ്ങനെയാണല്ലോ. ഓരോ വചനം കേട്ടാലും നിന്റെ സന്നിധിയിൽ വന്നിരുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, കർത്താവ് എനിക്കതിന് ഒന്നുകൂടി പറഞ്ഞു തരണേ. നിങ്ങൾ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് ഒന്നുകൂടി എനിക്കത് പറഞ്ഞു തരണേ, എൻ്റെ ലൈഫിലേക്ക് പറഞ്ഞു തരണേ എന്ന് പറയണം. ഞാൻ പറയുന്നതാവണമെന്നില്ല നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം എക്സ്പ്ലെയിൻ ചെയ്ത് വ്യത്യാസം കാണും. കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫ് വ്യത്യാസമാണ്. അല്ല എന്നെ പോലെയാണോ? അല്ല, വ്യത്യാസമാണ്. അപ്പോൾ വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനകത്ത് പരിശുദ്ധാത്മ ഇടപെടാൻ തുടങ്ങും. ദൈവരാജ്യത്തിൻ്റെ മർമ്മം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങും. നിങ്ങൾ പല വിഷമങ്ങളിരിക്കുന്നവരായിരിക്കാം, പല ടെൻഷനിലിരിക്കുന്നവരാവാം. ചിലപ്പോൾ നമ്മൾ ഒത്തിരി പാപത്തിൽ അടിമപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, ഈ പാപത്തിൽ നിന്ന് കരകയറാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം, ബൈബിൾ വായിക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെൻഷനകത്ത് നീറുന്നവരായിരിക്കാം. പക്ഷെ ഇത്രയും ചെയ്യണം, വേറൊന്നും ചെയ്തില്ലെങ്കിൽ ഇന്ന് നീ എനിക്ക് ഇന്ന് കിട്ടിയല്ലോ അല്ലേ, എല്ലാവർക്കും കിട്ടിയല്ലോ, ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഈ സംഭവം കിട്ടുകയാണ്. അപ്പോൾ ഇന്ന് ഈ കിട്ടിയ സാധനം കർത്താവ് നീ എനിക്ക് തന്ന ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണ്. കടബാധ്യതയിലിരിക്കുന്ന ആൾക്കാർക്ക് കോടികളുടെ സ്വത്ത് കയ്യിലോട്ട് എടുത്തു വെച്ചു കൊടുത്താൽ അയാൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇവിടെ നിന്ന് സാക്ഷ്യം പറയും. ശരിയല്ലേ? കിട്ടി, കടമെല്ലാം മാറി, ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയും. അതിനേക്കാൾ വിലയുണ്ടെന്ന് ഈ സാധനത്തിന്. നിങ്ങളുടെ അകത്ത് ഈ സാധനം എടുത്താൽ അപ്പുറത്തുള്ള സാധനം മാറിക്കിട്ടും. ഇത് വിശ്വസിക്കണം. ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഒരു മനുഷ്യൻ്റെ അകത്തേക്ക് വന്ന് ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ പണം ഒരു വിഷയമല്ല. മനസ്സിലായി? ഇത് ക്രിയ ചെയ്യും, ഇത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അതിന് ദൈവം ആദ്യം തന്ന വിലയുള്ള സാധനമാണ് ഈ കോടിക്കണക്കിന് സ്വത്തുള്ള വിലയുള്ള ഈ സാധനം. അപ്പോൾ ഇത് വേണ്ട എന്നിട്ട് പറയണം കടം മാറ്റണേ. നിങ്ങൾക്ക് മനസ്സിലായി? വിരോധാഭാസതകൾ മനസ്സിലാക്കണം. കർത്താവ് പറയുന്ന വിലയുള്ള സാധനം, മുത്തുകളെ പോലെ തിരയേണ്ട സാധനം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, നിനക്കത് ഇടുന്നീ ആദ്യം അത്. അപ്പോൾ വളരെ കടം മാറ്റി. നിങ്ങൾ മനസ്സിലാക്കി, ദൈവം നോക്കേണ്ടത് ഇങ്ങനെയാണ്. നീ എന്തിന് വില കൊടുക്കുന്നു? പണം പാ. ആരോഗ്യം താ. നമ്മൾ അതിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇവിടെ ഒരു സാധനം വെച്ച് നീട്ടേണ്ട, അതിനേക്കാൾ വിലയുള്ളൊരു സാധനം പിടിയടാ, ഇത് പിടിക്കും, അത് വന്നോളൂന്ന്. ഇത് പിടി, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചു, അതോടെ ഇതൊക്കെ ഇത് മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഇതിന് വില അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടില്ല. ദൈവത്തിൽ നിന്ന് അങ്ങനെ അനുഗ്രഹം വരില്ല. നിങ്ങൾക്ക് ചുമ്മാ സമയം കളയാന്നേ ഉള്ളൂ. സമയം തക്കത്തിൽ ഉപയോഗിക്കൂ. ഇന്ന് രാത്രി ടൈം വേസ്റ്റ് ചെയ്യരുത്. നാളെ എന്നൊരു ദിവസം ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, എന്നൊരു ദിവസം ഇത് ആക്റ്റീവായി കിട്ടില്ല. ഉറപ്പായിട്ടും സാത്താൻ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കും.
അതിൻ്റെ ക്ലാരിറ്റി പോയി കഴിഞ്ഞിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ചുമ്മാ വായിച്ചെന്നിരിക്കാം, ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല, അവൻ കൊള്ളയടിക്കും. അത്ര വിജിലൻ്റാണ് സാത്താന്യ ലോകം, പൈശാചിക ലോകം വിജിലൻ്റ്. നമ്മളെ പോലെയല്ല. അത്ര ഒരു ആത്മീക മർമ്മം പുറത്തിടുമ്പോൾ അത് അത്ര തീയാണെന്നും അത്ര വിലയുള്ളതാണെന്നും സാത്താന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവൻ അതിനെ കൊള്ളയടിച്ചുകൊണ്ട് പോകും. നമുക്കതിന് വില അറിയത്തില്ല. പക്ഷേ സ്പിരിച്വൽ വേൾഡിൽ ഇരുട്ടിൻ്റെ ആത്മാക്കൾക്ക്, ദൂതന്മാർക്കും ഇതിൻ്റെ വില അറിയാം. അവർ സീരിയസ് ആയിട്ട് കാണും, അവരെടുത്തുകൊണ്ടങ്ങ് പോകും. അതാണ് യേശു പറഞ്ഞത്, പറമ്പ് വന്ന് കുത്തിക്കൊണ്ട് പോകും, സൂക്ഷിച്ചോളണേ. നമ്മൾ ഇതിൻ്റെ വില എപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പോയി കഴിഞ്ഞാൽ ആദ്യം ഇത് വായിക്കണം, പല ആവർത്തി വായിക്കണം. പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരട്ടെ. എന്നിട്ട് ദൈവത്തോട് മാപ്പ് പറയാം, അങ്ങനെ ചെയ്തിട്ടില്ലാത്തത്, സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളുടെ വചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പതുക്കെ വായിക്കുക. സ്പീഡിൽ വായിക്കാൻ സമയത്ത് വായിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് പതുക്കെ വായിക്കും. 1 വാക്യമോ 2 വാക്യമോ 3 മതിയാകും, ഒരു സമയത്ത് മതിയാകും. പക്ഷെ അത് പല ആവർത്തി വായിക്കണം. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, അത് ഡൈജസ്റ്റ് ആവണം, അല്ലേ? ചവച്ചരച്ച് കഴിക്കണം. അത് ബ്ലഡിൽ അലിഞ്ഞ് വരണം, അത് ലൈഫിലായി തീരണം. മനസ്സിലായി? അത്ര വിലയുള്ളൊരു സാധനം നിങ്ങളുടെ ലൈഫിനകത്തേക്ക് വരണം. അപ്പോൾ നിങ്ങൾ വിലയുള്ളതായി തീരും. എവിടെ? സ്പിരിച്വൽ വേൾഡിൽ, സ്വർഗരാജ്യത്തിൽ വിലയുള്ള ആളായി തീരും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവും. നിങ്ങളുടെ ലൈഫിനകത്ത് എടുക്കാത്തിടത്തോളം കാലം എങ്ങനെ നിങ്ങൾ വിലയുള്ള ഒരാളായിട്ട് മാറും? അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 1, 2, 3 വചനങ്ങൾ, മനസ്സിലായോ? ഒരു വചനമാവട്ടെ, ഒരൊറ്റ വചനം. ആ വചനം പ്രഷ്യസാണ്, അത്ര വിലയുള്ളതാണ്. ഈ ചില സാത്താൻ ബന്ധനങ്ങൾ അഴിയുന്ന സമയത്ത് പിശാചുക്കൾ സംസാരിക്കും ആൾക്കാരിൽ നിന്നേ. അപ്പോഴവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വചനത്തെയാണ്, വേറൊന്നുമല്ല, വചനത്തെയാണ്. അത്ര ശക്തമാണ് വചനം, അത്ര വില വചനത്തിനുണ്ട്, വചനത്തിന് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ഈ ഒരു വചനമാണെങ്കിലും അത് പരാവർത്തി പറഞ്ഞ്, കർത്താവ് ഈ വചനം എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അതൊന്ന് ലൈഫിലെടുത്ത് ഒന്ന് ഓർമ്മിച്ച് ഒന്ന് ധ്യാനിച്ച് നിങ്ങൾ ആ ദിവസം കുറേ സമയം, ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ അത് നിൽക്കണം, ആ വചനം ഇങ്ങനെ നിൽക്കണം. അപ്പം ലൈഫിലായി വരും. പിന്നീട് നിങ്ങൾക്കത് ഓർമ്മയിൽ വരും. ഈ കാണാപ്പാടം പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പഠിക്കാൻ പറ്റുന്നവരത് പഠിക്കൂ, ഒരു വാക്യമൊക്കെ പഠിക്കൂ, കുഴപ്പമില്ല, പഠിക്കും. ഇല്ലാത്തൊരു മനസ്സിനകത്ത് വരണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ആശയത്തിനകത്ത് നിങ്ങൾ പോയി ദൈവത്തോട് മാപ്പ് പറയുന്നു. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവ് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ എന്നോട് നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നിങ്ങൾ വളരെ അടുത്തെത്തും, ദൈവത്തിൻ്റെ വളരെ അടുത്തെത്തും. പക്ഷേ ഇത് അനേകം മടിയാണ്. മടിക്ക് അനേക റീസൺസ് കാണും. ചിലപ്പോൾ നമുക്ക് സമയമില്ല, തിരക്കാണ്, ഉറക്കക്ഷീണമാണ്, അങ്ങനെ പല സംഭവങ്ങളും ഇതിനകത്ത് വരാം. കാരണം ധ്യാനിക്കുന്ന സമയത്ത് ഉറക്കം കൂടുതൽ വരും. വായിക്കാൻ പോവും, ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്ക് വായിച്ചു പോകാൻ പറ്റും, പക്ഷെ ധ്യാനിച്ചാൽ ഉറങ്ങാൻ ചാൻസ് കൂടുതലാണ്. കാരണം ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ വചനം എടുത്ത് നമ്മളിങ്ങനെ ധ്യാനത്തിലാവും. എന്തായിരിക്കും ഇതിൻ്റെ ചിന്ത? കർത്താവിനോട് സംസാരിക്കും. നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കും, ആത്മാവ് നമ്മളിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മളിങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്, ഉറക്കാൻ ചാൻസ് കൂടുതലാണ്. ധ്യാനം പ്രയാസമാണ്, വായന എളുപ്പമാണ്. മനസ്സിലാവും? നമുക്ക് ധ്യാനിക്കാൻ പ്രയാസമാണ്. ഒരു വാക്കാണെങ്കിൽ പോലും ധ്യാനിക്കാൻ പ്രയാസമായിട്ട് ഫീൽ ചെയ്യും. കാരണം ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് വായിക്കാൻ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. വായിച്ചു പോകാനാണ് എളുപ്പം. കുറേ വായിച്ചിട്ട് കിടന്നുറങ്ങാം, എളുപ്പമാണ്. നിങ്ങൾ 10 അധ്യായം വായിക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും 1, 2 വാക്യം ധ്യാനിക്കുന്നത് ജഡത്തിൽ. അതുകൊണ്ടാണ് എളുപ്പം. അല്ല, ആത്മാവിലുള്ള ഒരാൾക്ക് പ്രയാസമല്ല, ജഡികമായി ജീവിക്കുന്ന ഒരാൾക്ക് പ്രയാസമാണ് ധ്യാനം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ധ്യാനമാണ്, ധ്യാനം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നിരുന്നിട്ട്, കർത്താവേ, നിങ്ങളിങ്ങനെ ചോദിക്കുക, കർത്താവേ, എന്നോട് ഈ വചനം എന്താണ് സംസാരിക്കുന്നത്? വീണ്ടും വായിക്കുക, എന്നോട് എന്ത് സംസാരിക്കുന്നു? ആരോട് നിങ്ങൾ ചോദിക്കുന്നു? നിങ്ങൾ യേശുവിനോട് ചോദിക്കുന്നു. യേശു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇവർ ചെന്ന് യേശുവിനോട് ഇതിൻ്റെ മർമ്മങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞു തരും, ഉറപ്പായിട്ടും പറഞ്ഞു തരും. ഒന്ന് സമയം കൊടുക്കൂ, ഒരല്പസമയം വെയിറ്റ് ചെയ്യൂ. രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ സ്ഥലം പോയി ഇരിക്കൂ. മറ്റൊന്നും ആ സമയത്ത് ചിന്തിക്കരുത്. ശ്രദ്ധിച്ചോളണം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഭാരങ്ങൾ, കഷ്ടതകൾ, ചോദനകൾ, ഞെരുക്കം, സങ്കടമൊക്കെ കാണുമായിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പറയണോ? ഒന്നും അറിയാത്ത ആളോ? ഒന്നും പറയണ്ട. ചുമ്മാ പോയത് കുറേ പ്രാർത്ഥിച്ച് കുറേ കാര്യങ്ങളും പറഞ്ഞ് സങ്കടം പറഞ്ഞ് എഴുതിയിട്ട് പോകുന്നതിനേക്കാളും 100 ഇരട്ടി ഫലം ചെയ്യും ഈ സാധനത്തിന്. 100 ഇരട്ടി ഫലം ചെയ്യും. നിങ്ങൾ ചെന്നിരുന്ന് ആദ്യം ചെയ്യേണ്ടത് ഈ കേട്ട സാധനത്തെ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു തരണേ കർത്താവ് എന്ന് പറയാം. ചിലർക്ക് സ്പിരിച്വലി ഒരു കണക്ഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും, ചിന്തകൾ കിട്ടും, ആശയങ്ങൾ കിട്ടും, ദൈവം സംസാരിക്കും, ബോധ്യങ്ങൾ കിട്ടും.
ഇച്ചിരി ദൂരെ നിൽക്കുന്നവർ, കാരണം ജഡത്തിൽ ഒരുപാട് അങ്ങ് ഡീപ്പായി കിടക്കുന്ന ആൾക്കാർക്ക് ഈ കണക്ഷൻ പ്രയാസമായിരിക്കാം. തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കും. നോർമൽ നമ്മളെല്ലാവരും അങ്ങനെയാണ്. അകന്ന് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം ചോദിച്ചു, ഒരു അനക്കമില്ലല്ലോ, ഒരു ശബ്ദവുമില്ലല്ലോ, ഒരാശയവും കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നിയേക്കാം. സങ്കടപ്പെടരുത്. നിങ്ങളുടെ വിശ്വാസം എന്ത്? ഞാൻ ചോദിക്കും, കർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ സംസാരിക്കും. പക്ഷെ ഞാൻ ചോദിക്കും, ദൈവത്തിൻ്റെ സ്ഥലം ഞാനിരിക്കും. മടുത്തിടിച്ച് പോകരുത്. കർത്താവ് ഇല്ല എന്നും വിചാരിക്കരുത്. കർത്താവ് ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ ദൈവത്തിന് സ്പിരിച്വലി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്ന ആത്മാവിനും സത്യത്തിൽ. അപ്പം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു. എപ്പോഴും ജഡിക ചിന്തകളാണ് നമ്മൾ കൂടുതൽ, അല്ലേ? എപ്പോഴും ജഡത്തിൻ്റെ ലോകത്തിൻ്റെ ജോലി, തിരക്ക്, കാര്യങ്ങൾ, കുടുംബം, അത് ചപ്പും ചവറും എല്ലാം ആകുമ്പോൾ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു. പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന സമയത്ത് സ്പിരിച്വലി കണക്ട് ചെയ്യില്ല, ഇച്ചിരി പ്രയാസപ്പെടും. നമ്മളൊരു സാധാരണ പ്രാർത്ഥിക്കാൻ എന്നാലും ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലേ ശരിക്കും സ്പിരിച്വൽ വേൾഡ് ഒരു കണക്ഷൻ കിട്ടൂ. അത് നമ്മൾ ജഡത്തിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് കയറുന്നത്. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ എളുപ്പമല്ല. നമ്മൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ആലോചിച്ച് നോക്കണം എന്തായിരിക്കും അവസ്ഥ. 5 മിനിറ്റ് പ്രാർത്ഥന പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് സ്പിരിച്വലി കണക്ട് ചെയ്യില്ല പെട്ടെന്നൊന്നും. നോർമൽ ആൾക്കാരെ പറ്റി പറയാണ്, നമ്മൾ ജഡത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഏച്ചു ഓടുന്നത്. പക്ഷേ നമ്മൾ സമയം കൊടുത്താൽ ആ കണക്ഷനിലെത്തും നമ്മൾ. പിന്നെയുള്ള പ്രാർത്ഥനയാണ് തീ പോലെ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ സമയം ദൈവസന്നിധി ഇരുന്ന് കൊടുത്തിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരിക്കലും കർത്താവ് കേൾക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊരു ആശയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എഴിച്ച് പോകരുത്. അത്ര ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്കൊരു പ്രത്യേക ടൈം, എല്ലാവർക്കും ഒരേ സമയമില്ല, ഓരോരുത്തരും പ്രത്യേക ടൈം, ഈ വെറുതെ കളയുന്ന കുറേ സമയം നിങ്ങൾ പെറുക്കിയെടുത്ത് കർത്താവിനാക്കി മാറ്റാൻ പറ്റുന്ന കുറേ സമയമുണ്ടല്ലോ, മാറ്റി വെച്ച് പോയിരിക്കണം. ഇതിൻ്റെ വില വെച്ച് ഞാൻ പറയണം. ഈ വില കൊടുക്കണം. നിങ്ങൾ ഇത്രയും വില സീരിയസ് ആയിട്ട് കൊടുക്കണം. നിസ്സാരമാണെന്ന് കളയല്ലേ. നിങ്ങൾ പിന്നെ ഈ ഫേസ്ബുക്ക് നോക്കുന്ന സമയം നിങ്ങൾ ബൈബിൾ ധ്യാനത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ, ചുമ്മാ പറയണം, ഫേസ്ബുക്ക് നോക്കുന്ന സമയം ബൈബിൾ ധ്യാനത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശിക്ഷ വരും. ശിക്ഷയായിട്ട് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയും വില പോലും ഇതിന് കൊടുത്തിട്ടില്ല. ഇത്രയും വിലപിടിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വലിയ വിലയും കൊടുത്തിട്ട് ഇതിന് വിലയില്ല. അതിന് നിങ്ങൾ ആലോചിക്കും. ടൈം നോക്കണം കേട്ടോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കുന്നവരോട് പറയുന്നു, എല്ലാവരും നോക്കുന്നവരല്ല, ഒത്തിരി പേര് ഇത് തള്ളിക്കളഞ്ഞവരാണ് ഇതിനകത്തിരിക്കുന്നവരെന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സമയം നോക്കണം. ഇന്ന് 10 മണിയായി, 10 മണിക്ക് തുടങ്ങി, എത്ര സമയം കഴിഞ്ഞ് നിർത്തുമെന്ന് നോക്കണം. ഇതിനകത്തൊക്കെ വീണിട്ടുള്ളവർ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആകട്ടെ, വാട്സപ്പ് ചാറ്റിങ്സിലാവട്ടെ, ഇതിനകത്തൊക്കെ വീണ് പോയവർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എത്ര സമയം നിങ്ങളവിടെ കൊടുക്കുമെന്ന് ചുമ്മാ ഒന്ന് നോക്കുക. എത്ര സമയം, സമയം കൂടെ നോക്കിയിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ എത്ര സമയം നോക്കുക. നമ്മൾ ചിലപ്പോൾ അറിയാതൊക്കെ അങ്ങ് പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ എത്ര സമയം ഇരിക്കുന്നതെന്ന് നോക്കുക. വില എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടുക. ഏതിനാണ് വില കൂടുതൽ കൊടുത്തതെന്ന് ശ്രദ്ധിക്കുക. ലോകത്തിനാണോ ദൈവത്തിനാണോ? വചനത്തിന് എത്ര സമയം കൊടുത്തു? നിങ്ങൾ നാട്ടുകാര്യം പറയാൻ എത്ര സമയം കൊടുത്തു? നുണ പറയാൻ എത്ര സമയം കൊടുത്തു? നിങ്ങൾ പറയുന്നവരല്ല, ഞാൻ ചുമ്മാ പറയാൻ എത്ര സമയം കൊടുത്തു? ലോകത്തിൻ്റെ വാർത്തകൾ കാണാൻ എത്ര സമയം കൊടുത്തു? പത്രം വായിക്കാൻ എത്ര സമയം കൊടുത്തു? യൂട്യൂബ് ചാനലിൽ ഓരോ സാധനം കാണാൻ എത്ര സമയം കൊടുത്തു? എൻ്റർടൈൻമെൻറ്റ്സിന് എത്ര സമയം കൊടുത്തു? ദൈവത്തിന് എത്ര സമയം കൊടുത്തു? വചനധ്യാനത്തിന് എത്ര സമയം കൊടുത്തു? വില ദൈവം ഉറപ്പായിട്ടിടും നിങ്ങൾക്ക്. ഇന്നവൻ ഇത്ര വില, ഇന്നവൾക്ക് ഇത്ര വില ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, എനിക്കും വില ഉറപ്പാണ്. ആ വിലയ്ക്കനുസരിച്ചിട്ടേ നമ്മുടെ പ്രാർത്ഥനകൾക്കും മറുപടിയുള്ളൂ. ദൈവത്തെ നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ചിട്ടാണ് എനിക്ക് മറുപടികൾ. മനസ്സിലാവുന്നു? നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് നിങ്ങൾ ഈ വചനത്തിൽ എത്ര വില കൊടുക്കും അത്രയും സംഭവിക്കുന്നു. അറിയുമോ? ഈ വചനത്തിൽ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് അതാണ്. ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു അനോയിന്റിങ് ഉണ്ട്. അത് ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിനൊരു അഭിഷേകമുണ്ട്, ആ വചനത്തിലൊരു അഭിഷേകമുണ്ട്, ആ വാക്കിലൊരു അഭിഷേകമുണ്ട്. അത് എൻ്റെ കയ്യിൽ കിട്ടിയാലേ അത് ആക്റ്റീവ് ആവും. ആ അഭിഷേകം എനിക്ക് കിട്ടിയാലേ, ഈ വചനം പറയാൻ ഒരു അഭിഷേകം എൻ്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ. ഇന്ന് മൊത്തത്തിലുള്ള വചനം പറച്ചിലല്ല ഞാൻ പറയുന്നത്. ഈ പർട്ടിക്കുലർ പോയിന്റ് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഈ പോയിന്റ് പറയാനൊരു അനോയിന്റിങ് ഉണ്ട്. ഞാനതിന് ഉദാഹരണ സഹിതം പറഞ്ഞു. എൻ്റെ ലൈഫിലുണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രസംഗത്തിനകത്ത് എനിക്ക് അനോയിന്റിങ് നഷ്ടപ്പെട്ടത് കർത്താവിനെ ബോധ്യപ്പെടുത്തി. കാരണം ആ പ്രസംഗിച്ച ആ പോയിന്റ് അന്ന് പകൽക്കാലം നിന്ന് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ നാവിൽ നിന്ന് വീണു പോയി അറിയാതെ. ആ രാത്രി തകർത്ത് പ്രസംഗിച്ചു. പക്ഷേ കർത്താവ് എന്നോട് രാത്രി സംസാരിച്ച എൻ്റെ പ്രസംഗം ഫ്ലോപ്പായി. ഇതാണ് ഞാൻ സങ്കടപ്പെട്ടു. പിറ്റേ ദിവസമാണ് കർത്താവ് എനിക്ക് ബോധ്യം തന്നത്, നീ ഒന്ന് ഓർത്തു നോക്കുക, ആ പകൽ നീ പറഞ്ഞതാണോ പ്രവർത്തിച്ചതെന്ന്. ആ അനോയിന്റിങ് സാത്താൻ എടുത്തുകൊണ്ട് പോയിരുന്നു, കൊള്ളയടിച്ചു. മനസ്സിലായോ? അത് കിട്ടില്ല. അതായത് ഓരോ വാക്കിനും നമ്മൾ ആ ഒരു അനോയിന്റഡ് ആയിട്ട് ഒരു പ്രസംഗത്തിന് അനോയിന്റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്കിൽ ഒരു അനോയിന്റിങ് ദൈവം കൊടുക്കും. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പറയുന്ന സംഭവം പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്ന ഈ വചനത്തിനൊരു അനോയിന്റിങ് ഉണ്ട്. ഈ അനോയിന്റിങ് നിങ്ങളുടെ വരികയാണ്.
ഈ അഭിഷേകത്തിൻ്റെ വിലയോട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അത് ഇതിനകത്ത് കുറേ ഗിഫ്റ്റുകൾ ഇരിപ്പുണ്ടെന്ന്, ഇതിനകത്ത് കുറേ ഗിഫ്റ്റുകൾ ഇരിപ്പുണ്ട് ഈ വചനത്തിനകത്ത്. നിങ്ങൾ എത്ര പേര് ഇതെടുക്കും? അതാ ചോദ്യം. എത്ര പേർക്ക് ഇത് വേണമെന്നുള്ളവൻ എടുത്തുകൊണ്ട് പോകുന്നു, കൊണ്ടുപോയിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തരണേ കർത്താവേ. അതാ കർത്താവ് തുടർന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്ക്. അവരോട് അവൻ പറഞ്ഞ, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. കാരണം അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. അവർ കേട്ടു, മിണ്ടാതെ പോയി. അവൻ 12 വാക്യം, അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. പുറത്തുള്ള കേട്ടിട്ട് പോയവരെ പറ്റി പറയുന്നു, അവരുടെ പാപങ്ങൾ ക്ഷമിക്കില്ല. അതിനകത്ത് ഈ മറന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? വിലയില്ലാതെ കളഞ്ഞതിൻ്റെ ശിക്ഷ. അങ്ങനെ ഒരു സാധനമുണ്ട്. വില കൊടുക്കാതെ കളഞ്ഞതിൻ്റെ ശിക്ഷ അവരോട് ക്ഷമിക്കില്ല എന്നാണ്. അവരോട് ക്ഷമിക്കാതിരിപ്പാനും മാത്രം അവരെ മനസ്സന്ധമാക്കി വെച്ചേക്കാണ്. അവർക്ക് കേട്ടിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. അവർക്കത് എക്സ്പ്ലനേഷൻ കിട്ടിയാലല്ലേ മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ചുമ്മാ അവരുടെ സാധനം വായിച്ചെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവണം. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നു, അവർക്ക് ഉപമകളാൽ കിട്ടിയതുപോലെ ഉള്ളൂ പലപ്പോഴും. നിങ്ങൾ അതാണ് ഞാൻ എപ്പോഴും ധ്യാനിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകുന്നു. ഇന്ന് ബൈബിൾ വായിച്ചല്ലോ എന്ന് നിങ്ങൾ തൃപ്തി അടയുന്നു. അത് ഉപമകളാൽ കിട്ടിയതുപോലെ ആവും. കേട്ടിട്ടും ഗ്രഹിക്കാതെ വണ്ണം, മാനസാന്തരപ്പെടാതെ വണ്ണം എന്തോ വായിച്ചു പോകുന്നു. ബൈബിൾ വായിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുക മാത്രമാണ്. അതുകൊണ്ട് ആക്റ്റീവ് ആവില്ല. ഉപമ കേട്ടപ്പോൾ പുറത്തുള്ളവരായിരുന്നു, അത് കേട്ട പോലെ പോയി. അവർ ഗ്രഹിക്കില്ല, അവരോട് ക്ഷമിക്കില്ല എന്ന് കർത്താവ് പറയുന്നു. വായിച്ചതുകൊണ്ട് ആയോ പ്രിയമുള്ളവരെ? തീർന്നില്ല. വായന നല്ലതാണ്, മോശമല്ല. പക്ഷേ നിങ്ങൾ യേശുവിൻ്റെ അടുക്കലിരുന്ന്, കർത്താവേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എന്നോട് എന്താണ് സംസാരം? ഒന്ന് പറഞ്ഞുതരാമോ? പരിശുദ്ധാത്മാവിനോട് ഇത് നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ഇത് ചോദിക്കണം. നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ദൈവഭയം, ഒരു വിശ്വാസം, ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അല്പസമയം ഇരുന്ന്, കർത്താവേ എന്നോട് സംസാരിക്കണേ. ഇതെന്താ? പല ആവർത്തി വായിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, പല ആവർത്തി ആ വാക്ക് വായിച്ച് എന്നിട്ട് നിങ്ങൾ അതിനെ ലൈഫിലാക്കിയെടുക്കണം, ജീവിതത്തിലാക്കിയെടുക്കണം. ഏത് വാക്യം വായിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സിമ്പിൾ വചനം, ഒരു വാഗ്ദത്തം അല്ലേ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പല ആവർത്തി വായിക്കുക, പല ആവർത്തി പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും കൈ വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത്ര റിലേഷനിൽ ദൈവം നമ്മൾ സംസാരിച്ചതാണ്. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നെ പോകണം. പുറത്തിറങ്ങുമ്പോൾ, എന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവേ നന്ദി, എന്നെ ഉപേക്ഷിക്കാത്ത കർത്താവേ നന്ദി, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ നന്ദി പറയുന്ന കർത്താവേ. ആര് കയ്യിൽ പിടിച്ച് ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ഇത് ബ്ലഡിൽ അലിയും ഈ വാക്ക്. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്താലും, നിങ്ങൾ ജോലി സ്ഥലത്ത് പോയിരുന്നാലും, നിങ്ങൾ അടുക്കളയിൽ പണിയെടുത്താലും, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. മനസ്സിലായി? അത് എടുത്തു. അത് ആ നിമിഷം മുതൽ അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ വരും. കൂടെയുള്ള കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. കൂടെയുള്ള കർത്താവ് നിങ്ങളെ പൊന്നുപോലെ എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതകത്തെടുത്തവന് മാത്രമേ ഉള്ളൂ. ചുമ്മാ വായിച്ചിട്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, സ്വത്രം കർത്താവേ പോണ. അവർക്ക് ഉപമകളെ കിട്ടിയതുപോലെ ഇരിക്കും. മനസ്സിലാകുന്നു? പല ആൾക്കാരും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ജീവിതത്തിൽ അനുഗ്രഹങ്ങളില്ല, പ്രസംഗങ്ങൾ കേൾക്കുന്നു, എന്നൊക്കെ പറയുന്നു, വാഗ്ദത്വമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, ഒരനക്കവുമില്ല. റീസൺ ലൈഫിലെടുത്തിട്ടില്ല, നാവിലെടുത്തു, ചെവിക്കകത്തൊരു ബുദ്ധിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ള, ഒത്തിരി സമയം ദൈവത്തോട് എടുത്ത് കർത്താവ് എന്നോട് സംസാരിക്കണേ. അകത്തുള്ളവർക്കത്, പുറത്തുള്ളവർക്കത് കിട്ടുന്നില്ല. അവർ പുറത്തുള്ളവർക്ക് സകല ഉപമകൾ ലഭിക്കുന്നു. അവർ മനം തിരിയുന്നില്ല. നമുക്ക് മാനസാന്തരപ്പെടാൻ കഴിയുന്നത് അകത്തെടുക്കുമ്പോഴാണ്. ആദ്യം നമ്മൾ സംഭവിക്കേണ്ടത് മാനസാന്തരമാണ്. ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ ആ വചനത്തിനകത്ത് എവിടെയെങ്കിലും എനിക്ക് തെറ്റുണ്ടോ എന്ന് നോക്കുക. ഈ വചനം എൻ്റെ ലൈഫിലുണ്ടോ? ഇതെൻ്റെ ലൈഫിലുണ്ടോ? അയ്യോ ഇതില്ലല്ലോ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ. ഉടൻ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പല ആവർത്തി വായിച്ചിട്ട്, എൻ്റെ ലൈഫിലില്ലല്ലോ, എൻ്റെ സംസാരത്തിലില്ലല്ലോ, ഞാനിത് ചെയ്യുന്നില്ലല്ലോ, കർത്താവേ ക്ഷമിക്കണേ. ആ വചനം വച്ച് ക്ലീൻ ചെയ്യുക. മനസ്സിലായോ? ഞാൻ കഴിയുന്നത്ര ചെയ്യുന്നൊരു സംഭവം, എനിക്ക് പ്രസംഗത്തിനൊരു വചനം കിട്ടിയാലും ആദ്യം ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗം വായിച്ച് ധ്യാനിച്ച് വരുന്ന സമയത്ത് എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞ് നോക്കാനായിട്ട് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞ് നോക്കും. അങ്ങനെ നോക്കിയാലേ ഞാൻ നന്നാവും. എനിക്ക് കുഴപ്പമുണ്ടോ കർത്താവ്? ഇതിലെവിടെയെങ്കിലും എനിക്ക് മിസ്സിംഗ് ഉണ്ടോ എങ്കിൽ എന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. എൻ്റെ ആ പാപം ഞാൻ പറഞ്ഞ് വിശുദ്ധീകരണം പ്രാർത്ഥിച്ച് ആ വചനം എൻ്റെ ലൈഫിനകത്ത് ഞാൻ എടുത്തിട്ട് പ്രസംഗിക്കണം. അപ്പോൾ എനിക്ക് ഗുണമുണ്ടാവും. ഇല്ലെങ്കിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണമുണ്ടാവും, ഞാൻ നശിച്ചുകൊണ്ടിരിക്കും. നമ്മളതിനാദ്യം എടുത്ത്
മാനസാന്തരം, മനം തിരിയണം. കർത്താവ് പറഞ്ഞാണ് മനം തിരിയുന്നില്ല. അവർ കേട്ടിട്ട് ഉപയോഗങ്ങളായി പോകുന്ന ഒരൊറ്റയാണതിന് മനം തിരിയില്ല. പ്രസംഗം കേട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ആരും മനം തിരിയണമെന്നില്ല. പക്ഷെ നിങ്ങളിത് കൊണ്ടുപോയി ധ്യാനിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാറും. വീട്ടിൽ പോയിരുന്ന് ധ്യാനിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. മനം പുറത്തുള്ളവരെന്ത് ചെയ്യുന്നില്ല? മനം തിരിയാതെയും അവരോട് ക്ഷമിക്കുകയില്ല. മനം തിരിയാത്ത ഒരാളോട് ഞാൻ ക്ഷമിക്കും. കർത്താവ് ഇന്ന കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാത്തിടത്തോളം കാലം ക്ഷമ കിട്ടില്ല. ക്ഷമ കിട്ടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അനുഗ്രഹം വരില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇടപെടില്ല. ക്ഷമ കിട്ടണം നമുക്ക്. എങ്കിൽ മാത്രം നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളോ. ഇല്ലെങ്കിൽ സാത്താൻ നിങ്ങൾക്ക് വാദിച്ചുകൊണ്ടേ നിൽക്കും. പാപിയാണ്, ഇന്ന പാപം അവൻ്റെ മേൽ കിടക്കുന്നു, അവൻ വചനം അനുസരിക്കുന്നില്ല, അവൾ വചനം അനുസരിക്കുന്നില്ല. ഇങ്ങനെ വാദിച്ചുകൊണ്ടേ നിൽക്കും എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെ. നേരെ പ്രതി നിങ്ങൾ ക്ഷമിക്കുന്നതും ക്ഷമ ചോദിക്കുന്നതും യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടുന്നു. ഈ വാദം അവസാനിക്കുന്നു. നിങ്ങൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആവുന്നു. നിങ്ങൾ ക്ഷമ ചോദിക്കാതെ വണ്ണം സാത്താൻ തടഞ്ഞുകൊണ്ടേയിരിക്കും. മനം തിരിയാതിരിക്കാൻ തടഞ്ഞുകൊണ്ടിരിക്കും. ധ്യാനിക്കാതിരിപ്പം തടഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അകത്ത് വീണ വിത്ത് പറവ എടുത്തുകൊണ്ട് പോയത്. ഇതകത്ത് കിടന്നാൽ അവൻ കൊണ്ടുപോയി ധ്യാനിക്കും. ധ്യാനിച്ചാൽ അവൻ മനം തിരിയും. മനം തിരിഞ്ഞാൽ ക്ഷമ കിട്ടും. ക്ഷമ കിട്ടിയാൽ കണക്റ്റഡ് ആവും, അനുഗ്രഹിക്കപ്പെടും. ഇത് വരാതെ വണ്ണം എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ആലോചിച്ച് എത്ര പേരുടെ കൈകളിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട്? എത്ര പേരുടെ കയ്യിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അല്ലേ? നമ്മളിന്ന് എടുത്തുകൊണ്ട് പോയില്ല. എത്രയോ തവണ നമ്മൾ ഓർക്കാതെ, ചിന്തിക്കാതെ, നനയ്ക്കാതെ തള്ളിക്കളഞ്ഞില്ലേ? എത്രയോ പ്രാവശ്യം വചനത്തെ നിസ്സാരമായിട്ട് കളഞ്ഞിട്ടില്ലേ? കളഞ്ഞതല്ല, എടുത്തുകൊണ്ട് പോയി. വിട്ടുകൊടുക്കൽ, പിടിച്ചകത്തേക്ക് വയ്ക്കുക. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ചില ആൾക്കാർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. എനിക്കറിയാം, അവരുടെ കുറ്റമല്ല. പിശാച് ഒരുപാട് ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ഇങ്ങനെ അവരെ മയക്കിക്കളയും. അവർ ഒരു ക്ഷീണമില്ലെങ്കിലും മയങ്ങിപ്പോവും. പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മയങ്ങിപ്പോവും. സീരിയസ്ലി ഞാൻ പറഞ്ഞു, അങ്ങനെ ആർക്കെങ്കിലും ആ കുഴപ്പമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളാം. അതൊരു അപകടമാണ്. അത് സീരിയസ്ലി അപകടമാണ്. ഡേഞ്ചർ സിറ്റുവേഷനിൽ ആ വ്യക്തി കടന്നു പോകുന്നു. വളരെ ഡേഞ്ചറായ സിറ്റുവേഷൻ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരാധനയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വചനം കേൾക്കുന്ന സമയത്ത് മയങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉറങ്ങിയില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. നോർമൽ കേസിൽ നിങ്ങൾ എപ്പോൾ വചനം കേൾക്കാൻ അറിയാതെ പോകുന്നു. അതൊരു സീരിയസ് വിഷയമാണ്. ആ സാത്താൻ വരെ മയക്കുന്നു. അതിനർത്ഥം അയാളിൽ പിശാച് ഇരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? അയാൾ ഇരിക്കുന്നു, സാത്താൻ ഇരിക്കുന്നു, ഇരുന്ന് മയക്കുകയാണ്. ആ വ്യക്തി ഒരിക്കലും നന്നാവാൻ സമ്മതിക്കത്തില്ല. ആ കുടുംബത്തിൽ നന്നാവാൻ സമ്മതിക്കത്തില്ല. ബന്ധിച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഈ മർമ്മം കിട്ടില്ല. നിങ്ങൾക്ക് ധ്യാനിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോഴും അകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിരിയാനും പറ്റത്തില്ല. രക്ഷപ്പെടാനും പറ്റില്ല. സീരിയസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. വചനം കേൾക്കാൻ പറ്റാതെ മന്ദമായി പോയ ചില ജീവിതങ്ങൾ സാത്താൻ്റെ ബന്ധനത്തിനകത്താണ്. നിങ്ങൾ എത്ര പ്രഗത്ഭരാണെങ്കിലും, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, ധ്യാനിക്കുന്നവരാണെങ്കിലും വചനത്തിൽ മയങ്ങുന്നുവെങ്കിൽ അപകടമാണ്. സീരിയസ്ലി നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഈ ബന്ധനം അഴിച്ചു മാറണം. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് സൂചിപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അത്തരത്തിലുള്ള മന്ദതകൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളത് പറയണം. എനിക്കങ്ങനെ ഉണ്ട്, എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട് കർത്താവ്. എനിക്ക് വചനം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്കതിൽ ഏകാഗ്രത കിട്ടുന്നില്ല, എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല. അത് കെട്ടഴിക്കണേ കർത്താവ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ കുഴപ്പമല്ല, അത് സാത്താൻ ബന്ധിച്ചിരിക്കുന്നതാണ്. ആഗ്രഹിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുക. കെട്ടഴിഞ്ഞ് പോട്ടെ, രക്ഷപ്പെടൂ, പുറത്തു വരൂ, മനം തിരിയൂ, മാനസാന്തരപ്പെടൂ, ക്ഷമിക്കട്ടെ ദൈവം. അനുഗ്രഹം നിങ്ങളുടെ മേൽ വരട്ടെ. ഇല്ലാത്തവർ പുറത്തുള്ളവരാണ്, നമ്മൾ അകത്തുള്ളവരല്ലേ. അപ്പോൾ ഈ കേട്ട വചനം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി ധ്യാനിക്കേണ്ടത് ഇതാണ്. നാളെ നിങ്ങൾക്കൊരു വചനം ദൈവം തന്നാൽ കേട്ടോ, ശ്രദ്ധിച്ചേ. നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം ധ്യാനിക്കണം കേട്ടോ. ഒരു വചനം നിങ്ങൾ ധ്യാനിക്കണം. വായിക്കുന്നവർ വായിക്കട്ടെ, ധ്യാനിക്കണം. ആ ധ്യാനിക്കുന്ന വചനം നിങ്ങളുടെ മനസ്സിനകത്ത് ആക്കിയെടുത്തിട്ട് അത് നിങ്ങളുടെ ലൈഫിലാക്കിയെടുത്തിട്ട് അത് മറക്കാതിരിക്കട്ടെ. വീണ്ടും വൈകുന്നേരം ഒന്നുകൂടി വായിക്കൂ, ഒന്നുകൂടി ഓർമ്മിക്കൂ, അതിനെ ധ്യാനിക്കൂ. അങ്ങനെ ആ വചനം നിങ്ങളുടെ ലൈഫിലാക്കൂ. ഡെയിലി ഒരു വാക്ക്, ഒരു വചനത്തിൻ്റെ മർമ്മമകത്തെടുക്കൂ. കാണാപ്പടം പഠിക്കാനല്ല, മർമ്മമകത്തെടുക്കൂ, ലൈഫിലെടുക്കൂ. ഒരു മർമ്മം മനസ്സിലാകുന്നു. ആ മർമ്മം നിങ്ങളുടെ അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും. ദൈവം നിങ്ങളെ സ്നേഹിക്കും. അടുത്ത് വരും ദൈവം നിങ്ങളെ കേട്ടോ. നിങ്ങൾ വില കൊടുക്കണേ ഒരു മർമ്മത്തിന്, ഒരു വാക്കിന്, ഒരു വചനത്തിന്. അത്രയും വില നിങ്ങൾക്ക് ദൈവം തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങൾ